മച്ചാമാരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ സൂര്യാന്തി പാടത്തിലാണ്. അപ്പം സൂര്യാന്തി പാടം മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം. കം ഓൺ മച്ചാമാര്, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് മില്ലറ്റ് ഫെസ്റ്റും അതുപോലെ തന്നെ ഫ്ലവർ ഷോയും നടക്കുന്ന നിങ്ങൾ അറിഞ്ഞായിരുന്നോ? വെറും 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1 പൈസയിലും കൊടുക്കണ്ട. നമ്മൾ അകത്തേക്ക് കയറി വരുന്നിടത്ത് തന്നെ ഒരുപാട് ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടികളും പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾ ടൈപ്പ് ചെടികളോടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്താൽ വാങ്ങാവുന്നതാണ്. വെറും തുച്ഛമായ വിലയിൽ നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റിയുള്ള ചെടികൾ നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ല ഭംഗിയുള്ള അലങ്കാര മത്സ്യങ്ങൾ നമുക്കവിടെ കാണാവുന്നതാണ്. മുൻവശത്ത് തന്നെ നല്ലൊരു ചീരപ്പാട സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു തോണിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഇവിടെ കംപ്ലീറ്റും സൂര്യകാന്തി ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, 8 ഐറ്റം ഫ്ലവേഴ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴിപ്പൂവ്, ജമന്തിപ്പൂവ്, അതുപോലെ 4 മണിപ്പൂവ് എന്നിങ്ങനെ ഒരു 8ഓളം ഐറ്റംസ് ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ ഈ സൂര്യാന്തി പൂ കാണാൻ വേണ്ടി സുന്ദരവാണ്ടിപുരത്തും അതുപോലെ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് ഊരംവിള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയാൽ മാത്രം മതി. ട്രിവാൻഡ്രത്ത് നിന്ന് വെറും 36 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്നാണെങ്കിൽ വെറും 4 കിലോമീറ്ററിനകത്തും മാത്രമേ ഉള്ളൂ ഇവിടേക്ക് എത്താൻ. മച്ചാന്മാരെ, ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെറും 50 രൂപ മുടക്കി കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന കുളത്തിൽ നിന്ന് നിങ്ങൾക്ക് മീൻ പിടിക്കാം. ആ പിടിക്കുന്ന മീൻ നമുക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഐറ്റമാണ് 8 ഐറ്റം മില്ലറ്റിൻ്റെ പാടങ്ങൾ. അതുമെല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു നിൽക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ, കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ നേരെ ഇങ്ങോട്ട് വിട്ടോ. ഇതൊന്നും മാത്രമല്ല, ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പാർക്ക് കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പണ്ടത്തെ കാലത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന പേർഷ്യൻ വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാം. മച്ചാന്മാരെ, അതുപോലെ തന്നെ ആ ഒരു പൂന്തോട്ടത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി കാളവണ്ടിയുടെ സ്റ്റാച്യൂസൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, എടുത്തു പറയേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത് തന്നെ ഒരു ഏറുമാട സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു ഷോ നടന്നിട്ട് കാണാൻ വരായിരുന്നാൽ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇതൊന്നും മാത്രമല്ല മച്ചാന്മാരെ, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് കോർട്ടുകളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഈ പെറ്റ് എക്സ്പോ. ഇവിടുത്തെ എൻട്രി ഫീ സെപ്പറേറ്റ് ആണ്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത്. മച്ചാന്മാരെ, അതുപോലെ തന്നെ ഈ കാണുന്ന അലങ്കാര മത്സ്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. 40 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഈ പെറ്റ് എക്സ്പോ കാണാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരിക്കും കേട്ടോ. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ, അതുപോലെ ഇഗ്വാന, പിന്നെ പലതരത്തിലുള്ള പക്ഷികൾ, കണ്ണ് ചിമ്മിക്കും വിധം പലതരത്തിലുള്ള വെറൈറ്റി ഐറ്റങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ അവിടെ തന്നെ ഫിഷ് സ്പായും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള കലാപരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല രീതിയിലൊരു ഫ്ലവർ ഷോയും അതുപോലെ തന്നെ മില്ലറ്റ് ഫെസ്റ്റും അറേഞ്ച് ചെയ്ത നല്ലവരായ കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. മച്ചാന്മാരെ, ഇവിടെ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഏപ്രിൽ 30-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഷോ ഉള്ളത്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ നെയ്യാറ്റിൻകരയിലുള്ള ഊരംവിള. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മച്ചാന്മാരെ, വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തോ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയൊരു സപ്പോർട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം രമേശ സൈനിങ് ഓഫ്.